ഒരു വല്ലാത്ത ഡേ ഇൻ മൈ ലൈഫ്. ഗുഡ് മോർണിംഗ്. ശനിയാഴ്ച രാവിലെ 8:30 ഗൈസ്. കണി കണ്ടത് തന്നെ ആ പട്ടീനെയാണ്. എൻ്റെ കയ്യിൽ ചാർജർ ഇല്ലാത്തത് കൊണ്ടും സി ടൈപ്പ് ആയതുകൊണ്ടും ഞാൻ അബ്ബൻ്റെ ഫോൺ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മളൊരു വല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. ഒരു സാധാരണ ബാംഗ്ലൂരിലെ ശനിയാഴ്ച, എൻ്റെ ശനിയാഴ്ച എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ 12:45 10-ാം തീയതിയാണ് ഇന്ന്. കുറച്ച് നേരമായി എണീച്ചിട്ട് പല്ല് കഴിച്ചു, ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി. എൻ്റെ മുഖത്ത് നല്ല പിമ്പിൾസ് എന്ന് എനിക്ക് നല്ലോണം അറിയാം, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കാണുന്നത്. എനിക്ക് നേരെ പോയിട്ട് ചായ കുടിക്കണം ഗൈസ്. ഓക്കെ, ചായ കുടിക്കാനുള്ള പരിപാടിയിൽ പോകും. പക്ഷേ അവിടെ ചായ ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഗൈസ്. ഓക്കെ, എന്താ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ലോണം ഉറങ്ങും ഗൈസ്. മറ്റു ബാക്കിയുള്ള ദിവസങ്ങളിൽ നല്ലോണം ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഇന്ന് നല്ല ഉറങ്ങുന്നത് കൊണ്ടാണ് നമ്മളിന്ന് 12 സംതിങ് എണീച്ചത് ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്കൊരു ചായ ഉണ്ടോയെന്ന് പോയി നോക്കാം. ചായ അടിയിൽ പോയി നോക്കിയപ്പോൾ നല്ല അടിപൊളി എന്തായിരുന്നു, പുലാവ് പോലത്തെ എന്തോ സംഭവമായിരുന്നു ഗൈസ്. ഓക്കെ, പക്ഷെ അത് എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ സാധാരണ ചായ കുടിക്കാറില്ല. ഇപ്പോൾ ഏകദേശം സമയം 1:48 ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ഞാൻ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്ബുൻ്റെ റൂമിലൊക്കെ കഥ പറഞ്ഞിരിക്കുകയായിരുന്നു. എന്തായാലും ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ അതിൻ്റെ ഒരു ഹാൻഡ് ഓവറിൽ ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വിശന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം. ആ ഒരു രീതിയിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, ഒരു 2 മണിക്കാകുമ്പോൾ നമുക്ക് നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം ഗൈസ്. ഓക്കെ, എന്താണ് ഫുഡ് കഴിഞ്ഞു. വാവ്, എന്താണ് 5 കളിയിൽ 5 എണ്ണം പുറത്ത്, 5 ചാൻസ്. എന്നിട്ട് എന്തൊരു അവസാനം അവസാനം. അയ്യോ നാണക്കേട്. ഞാൻ എപ്പോഴും പറഞ്ഞോ കളിക്കാൻ കൊണ്ടാ. ഞാൻ ഇപ്പൊ ഡിപ്രഷനിലാണ്. നോക്കുന്നേടാ എക്സേല് നോക്ക്. ഇതായിരുന്നു വൈബ്രേഷൻ അടിക്കുമ്പോൾ വലിക്കണം. ആംബുലൻസ് എടുക്കേണ്ടി വരുമോ? ഇത് ചെയ്തിട്ട് എന്തിനാണ് ഉപകാരം? റീഡാവുന്നില്ലല്ലോ. എടേ വേണ്ട, ഇത് വേണ്ട, വേറെ നോക്കാം. ബ്ലഡ് പ്രഷർ നോക്കാം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല ഏട്ടാ. ഒന്ന് സജു, എന്റെ ചാനലിനെ പറ്റി എനിക്ക് എന്താ പറയാ? സത്യം പറഞ്ഞാൽ നല്ല ഭാവി ഞാൻ കാണുന്നുണ്ട്. പിന്നെ 8.5K അല്ലേ അടിച്ചത്? എത്ര റീച്ച് ആവൂടാ? റീച്ച് ആവും, ഉറപ്പായിട്ട് റീച്ച് ആവും. നീ ഒരു കോഴിക്കോടൻ സലീമാവും, അബു സലീമിനെ പോലെ. ചെറിയൊരു അബു സലീം, ചെറുതല്ല, നല്ല വലുതായിട്ട്. അടുത്ത 1 മില്യൺ ആണ്. മാറ്റടാ. ഫസ്റ്റ് സ്വിച്ച് മേളത്തെ ഫാസ്റ്റ് ആയിരിക്കും. ചുമ്മാ ഇത് വേറെ എന്തെങ്കിലും ഒക്കെ നീ ഒന്ന് പോയടാ, നിനക്ക് ചെയ്യണമെങ്കിൽ ചെയ്യും. ഇവിടെ ചുരുട്ടണം. ഞാൻ പൊളിച്ചു തരുമ്പോ തല ചുരുണ്ടിരിക്കണം. ഇപ്പൊ ചെയ്യൂല, അല്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെ പിടിച്ചു വിട്ടതാണ്. വെങ്കടന്റെ കളി, വെങ്കട്ട് ബീജി. ഇത് വ്ളോഗിന്റെ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാം സെൻസർ ചെയ്യും. മറ്റേത് കോഴിക്കോട് റഷീദിക്ക അല്ലേ? ഇത് ഉള്ളൂരുള്ള സീതലി. കോഴിക്കോട്, നമ്മളെ കോഴിക്കോടിന്റെ സ്വന്തം ആള്. പുതിയ ആളാണ്. ക്യാമറ ശരി വരടാ. അങ്ങനെ ഗൈസ്, നമ്മൾ എവിടെ എത്തിപ്പോ പറ. ഇവന് യൂട്യൂബിലൂടെ ഊക്ക് വാങ്ങിപ്പോ. അബ്ദുവിനെ വീഡിയോയിൽ ഇങ്ങനെ പബ്ലിസിറ്റി ആവാൻ ഇഷ്ടമല്ല. അതെ അതെ അതെ. പക്ഷേ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് പൂക്കോട് ലേക്ക്. അല്ലെ
നമ്മുടെ പാർക്ക് ഇതിന്റെ പേരാണ് ബട്ടർഹള്ളി പാർക്ക്. പാർക്ക് ലേക്കിലാണ് ഇപ്പൊ നമ്മളുള്ളത്. നമ്മള് എല്ലാ ശനിയാഴ്ചയും നമ്മളിങ്ങനെ ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഇവിടെ ഇതിലൂടെ ഇങ്ങനെ വരാറുണ്ട് അല്ലേ? അതെ ഒരുപാട് കപ്പിൾസിനെയും കാണാൻ കിട്ടും. എന്തെങ്കിലും വള്ളികളെ കിട്ടുമോ? കുറെ വള്ളി കേസും കിട്ടും. ഒരു പശു അതിൽ പിടിച്ച് പിന്നെ തൂങ്ങുമോ അല്ല സജു? പിള്ളേർ കളിക്കുന്ന അവിടെ കുറച്ച് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ പണ്ടത്തെ കുട്ടിക്കാലമാണ്. മുന്നിൽ നടക്കണാണ് ഞങ്ങളെ ലോക്കൽസ് ആയിട്ട് പിടിപാടല്ല മച്ചാനെ. മലയാളം പഠിച്ചിരിക്കണ ഇവന്റെ യൂട്യൂബിൽ ഒരു മികച്ച 2024 അവിടെ നമ്മുടെ പശു ഇരിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇതാണ് നമ്മുടെ ലേക്ക്. ഞങ്ങൾ ആകെ ട്രിപ്പായിട്ട് വരുന്നത് ഈ ലേക്കിലേക്കാണ്. ഞങ്ങളിപ്പോ ഒരു സീറ്റ് തപ്പിയിരിക്കാണ്. അപ്പുറത്തെ ആളുണ്ടോ? നമ്മള് 3 പേർക്ക് സീറ്റ്. അതൊരു കൺഫേം ടിക്കറ്റ് ഇല്ലടാ. അത് RAC നിനക്ക് ജിഷ്ണുടെ മടിയിരുതാ. അതെന്റെ വണ്ടിയിരുന്നിരുന്നേക്കല്ല. നീ കൊടുത്തോ? അന്നെടുത്തിട്ടേ ഇല്ല. എന്തോ ആടെ ഇത് നമ്മ ഇവിടെ എന്തരനാന്ന് തോന്നേ. നിനക്ക് കപ്പലില്ലടാ, നീ പൊക്കോ. എന്റെ പേരെന്താ വരാത്തത്? നിനക്കും ഇല്ലടാ. ഇവിടെ നമ്മുടെ കോളേജ് കാണാൻ പറ്റും. ഈ പാർക്കിനെ പറ്റി നിങ്ങക്ക് പറയാനുള്ള എന്താണ്? സൂപ്പർ, നല്ല മണമാണ്. ഹാപ്പി ക്രിസ്മസ്. എടാ ഇവനെ കാണാൻ മറ്റൊരു പടം ഇല്ലേ, വിക്രമിന്റെ പടം? അന്യൻ അതുപോലെ ഉണ്ടടാ. പേടിയാണ്. എന്താണ് നിന്റെ പ്രശ്നം? എന്താണ്? MIL എൻകൗണ്ടർ ചെയ്യുന്ന നമ്മളെ ഒരു വ്ളോഗിന്റെ ഇടയിൽ കൂടെ വേറൊരു വ്ളോഗ് പറയണില്ലേ? ഞാൻ പിടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പേജ് തുടങ്ങിയിടും. നമ്മൾ ഈ ലേക്കിന്റെ അപ്പുറത്തായിട്ട് ഗാർഡൻ സിറ്റി കോളേജ് ആണോ നമ്മളുടെ കോളേജ്? ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബട്ടർഹള്ളി ലേക്കിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റ് ആണ് ഗൈസ്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് ലോക്കൽസ് ഉണ്ടാവും. സജു എന്താലേ, ബാംഗ്ലൂർ ഇങ്ങനത്തെ ഒരു ഹിഡൻ സ്പോട്ട് ഉള്ളതായിട്ട് നിനക്ക് അറിയാമായിരുന്നു? എനിക്കറിയില്ലടാ, സ്വപ്നങ്ങളിൽ മാത്രം. ഈ ലേക്ക് ഒരു നമ്മളുടെ അണ്ടറിലാണ്. രംഗണ്ണനെ ഞാനാണ്. നീ 6 മണിയാകുമ്പോൾ നിന്റെ സ്ഥലത്തേക്ക് പോലടാ. നീ ഞങ്ങളല്ലേ ഇവിടെ ഉള്ളത്. ഇങ്ങനെയാണ് ഞങ്ങള് സമയം കളയുന്നത് അല്ലേ? ഒരു ശനിയാഴ്ച നമ്മൾ ഇങ്ങനെയാണ് സമയം കളയുന്നത്. ഏറ്റവും മൂഞ്ചിയ ദിവസമാണ് ശനി ഞായർ. ശരിയാണ്. കോളേജിൽ ഉള്ളപ്പോഴാണെങ്കിൽ കോളേജിലെങ്കിലും പോവാം. കുറച്ച് അങ്ങനെയാണ് ഞങ്ങൾ സമയം പോക്കുന്നത്. ഓക്കെ, സമയം 5:20. ഇത് നമ്മുടെ കൂട്ടുകാരനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു അപ്പുറത്തുനിന്ന് വന്നേലടാ. അതാണ് സ്നേഹം. സ്പേസ് ഇട്ടില്ലേ? ഇല്ല. കൊള്ളാമല്ലോടാ. ഇനി അറച്ച് ചെയ്ത് നോക്ക്. ഉണ്ടോ? അതാണ് ബെല്ലൈക്കൺ. ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. നമ്മളങ്ങനെ ചായ കുടിക്കാൻ. എടാ നീക്കൊന്ന് പറ. ചായ കുടിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് ചായ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മളെ ഇവിടുത്തെ ബാംഗ്ലൂരിൽ ക്ലൈമറ്റ് ഉണ്ടോ ഗൈസ്? നല്ല ഇടിയും മഴയും വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചായപ്പീടിയെ പിടിക്കാം ഗൈസ്. ഓക്കെ, ജിഷ്ണു ഇല്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നാ നീ പൊക്കോടാ. അങ്ങനെയൊന്നുമില്ല, ജിഷ്ണു ചായ കുടിക്കാതെ ഞാൻ ചായ കുടിക്കില്ല. പൈസ എന്തായാലും നമുക്ക് ചായപ്പൊടി എത്ര കാണാം. അപ്പോൾ ജിഷ്ണു പോവാണ്. വണ്ടി ഒന്ന് എടുത്തേക്കട്ടെ. നമ്മൾ ജിഷ്ണുവിൻ്റെ വണ്ടി
എന്നാൽ ശരിയുള്ള ജിഷ്ണു, ബൈ ബൈ, ടാറ്റാ, ശരിടാ, ടാറ്റാ. നമ്മുടെ ചായ എവിടെ എത്തിയിട്ടുണ്ട്? ആ ഓക്കെ, അവിടെ ഒന്നും ആരെയും വാങ്ങിക്കണം. ആ മതി മതി. അപ്പോൾ എന്തായാലും നമ്മൾ ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബാക്കിൽ നമ്മുടെ അബ്ദു ഞാൻ കാണിച്ചു തരുന്നില്ല, ഓരിപ്പോൾ നാക്ഡ് ആയിട്ടുള്ള വെർഷനിലാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഗൈസ്, ബൈ.